കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറച്ച് സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് ചോദിച്ചു, ഡോക്ടറെ പണിയാവുമോ? എന്തോ ചൈനയിലൊക്കെ പുതിയ വൈറസ് വന്നെന്ന് കേൾക്കുന്നു, അത് കോവിഡ് പോലെ പടർന്ന് പിടിക്കുമോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്? കഴിഞ്ഞ ന്യൂസ് പേപ്പറിലൊക്കെ നിങ്ങളും കണ്ടു കാണും, ചൈനയിലെ ഒരു പുതിയ വൈറൽ പനി കൂടുന്നുണ്ട്, അവിടെ ആളുകൾ ആശുപത്രിയിൽ വളരെ തിരക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ന്യൂസ് നമ്മൾ കണ്ടു കാണും. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? അപ്പോൾ ചൈനയിൽ അവൈലബിൾ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ പടർന്ന് പിടിക്കുന്ന ഒരു വൈറസ് എന്ന് പറഞ്ഞാൽ HMPV എന്ന് പറഞ്ഞൊരു വൈറസാണ്. അതൊരു നമ്മുടെ ഇൻഫ്ലുവൻസ പോലെ ഫ്ലൂ പോലെ സാധാരണ വൈറൽ പനി ജലദോഷപ്പനി ഉണ്ടാക്കുന്ന ഒരു വൈറസാണ്. ഈ വൈറസിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ അത് പുതിയൊരു വൈറസ് അല്ല. കോവിഡ് നമുക്കറിയാം ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ട വൈറസാണ്. ആദ്യമായിട്ട് ഒരു ഹ്യൂമൻ കൈൻഡിനെ പെട്ടെന്ന് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു വൈറസ് വന്നത്. ഈ HMPV 20 വർഷമായിട്ട് ഒരു ലോകത്തെമ്പാടും കണ്ടുപിടിക്കപ്പെട്ട ഒരു വൈറൽ പനി ഉണ്ടാക്കുന്ന ഒരു വൈറസാണ്. ഈ വൈറസ് വന്നു കഴിഞ്ഞാൽ മൂക്കടപ്പ്, സാധാരണ ജലദോഷപ്പനി പോലെ മൂക്കടപ്പും തുമ്മലും പനിയും ചെറിയ ദേഹം വേദനയും ഒക്കെയാണ് കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്നത്. വളരെ ചില ആളുകൾക്ക് ന്യൂമോണിയ പോലെയും വരാം. ഇതിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റെസ്റ്റ് എടുക്കുക, ചെറിയ അത്യാവശ്യം നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക, നല്ല വെള്ളം കുടിക്കുക, പിന്നെ സെക്കൻഡറി ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് സാധാരണ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ വളരെ പേടിക്കേണ്ട ഒരു തരത്തിൽ ഇപ്പോൾ കോവിഡ് പോലെ മരണത്തിന് കാരണമാകുന്ന ഒരു വളരെ പെട്ടെന്ന് പടർന്ന് പിടിക്കുന്ന വൈറസൊന്നുമല്ല. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കോവിഡിൻ്റെ കാര്യത്തിൽ നമുക്ക് പുതിയതായിട്ടൊരു വൈറസ് വന്നുകൊണ്ടാണ് പെട്ടെന്ന് പടർന്ന് പിടിക്കുകയും ലോകത്തെമ്പാടും വ്യാപിക്കുകയും ലോക്ക്ഡൗൺ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത്. പിന്നെ തണുപ്പ് കാലത്ത് നമുക്കറിയാം ചൈനയിൽ ഇപ്പോൾ ലോകത്തെമ്പാടും വിൻ്ററാണ്. മലയാളികൾക്ക് മാത്രമാണ് കാര്യമായിട്ട് വിൻ്ററൊന്നും ഇല്ലാതെ നമ്മളെപ്പോഴും ചൂടത്തിരിക്കുന്നത്. അപ്പോൾ ലോകത്തെമ്പാടും വിൻ്റർ നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ താഴുമ്പോൾ ഡെഫിനറ്റ്ലി ഈ തരത്തിലുള്ള വൈറൽ പനികൾ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യാറുണ്ട്. സ്പ്രെഡ് ചെയ്ത് ആളുകൾക്ക് ഇത് പടരുകയും ആ സമയത്ത് ഈ ഹോസ്പിറ്റലിൽ ചെറിയ തിരക്ക് വരികയും ചെയ്യും. നമ്മളൊരു കാര്യത്തിൽ എപ്പോഴും ഒരു വാച്ച് വെക്കണം. എന്തുകൊണ്ടാണ്? ചൈനയിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ പലപ്പോഴും ഫുള്ളായിട്ട് സത്യമായിക്കൊള്ളണമെന്നില്ല. കോവിഡിൻ്റെ കാര്യത്തിൽ തന്നെ കുറേയധികം ഡേറ്റയിൽ ഡിസ്ക്രിപ്പൻസി ഉണ്ട്. അപ്പം ചൈനയിലെ ഹോസ്പിറ്റൽ തിരക്ക് കൂടുന്നെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പുതിയ വൈറസ് വന്നോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഈ HMPV വൈറസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി പേടിക്കേണ്ട ഒരു കാര്യമില്ല. അത് കോവിഡ് പോലൊന്നും ആകുകയോ ലോക്ക്ഡൗൺ പോലെ ഉണ്ടാകുകയോ ലക്ഷക്കണക്കിന് ആൾ മരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്, ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഒരു പബ്ലിക് പോളിസി ചെയ്യുന്ന ആളുകൾ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ കേരള ഗവൺമെൻറ്റൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് കൊണ്ട് ആ ചൈനയിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ നമ്മൾ നോക്കണം. പുതിയ രാജ്യങ്ങളിലേക്ക് ഇത് പടരുന്നുണ്ടോ? അങ്ങനെ പടരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ HMPV ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും വൈറസ് പുതുതായിട്ട് വന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേറൊന്നുമല്ല, ചൂടുവെള്ളത്തിൽ വെള്ളം പൊടിച്ച തണുത്ത വെള്ളം കണ്ടാലും പേടിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി. അത് ജാഗ്രതയോടെ ജനറൽ പബ്ലിക്കിന്, നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ജനറൽ പബ്ലിക്കിനെ പേടിക്കേണ്ടതായിട്ട് ഒന്നും തന്നെ ഈ അവസരത്തിൽ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ വിരളമാണ്.